എല്ലാവർക്കും നമസ്കാരം. വേദവിത്ത് ഹരിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് സാമ്പത്തികപരമായിട്ടുള്ള വെല്ലുവിളികൾ. ഇപ്പം ധനം വരവുണ്ട്, പക്ഷെ നമ്മുടെ കൈവശം നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഇടയായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പ്രധാന പ്രശ്നമായിട്ട് നമ്മൾ ജ്യോതിഷത്തിനെ സമീപിക്കാറ്. അപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ അനുഭവത്തിൽ വരാറുള്ളൊരു കാര്യമാണ്, നമ്മുടെ വീട്ടിൽ ധനം വരവുണ്ട്. ഇപ്പോൾ മാസവരുമാനം മേടിക്കുന്നവരോ നിത്യം തൊഴിലുകളിലൂടെ പൈസ മേടിക്കുന്നവരൊക്കെ, പക്ഷെ എന്നാൽ ഇതൊന്നും നമ്മുടെ കൈവശം മിച്ചമായിട്ട് ഇരിക്കുന്നില്ല എന്ന് പറയുന്നൊരു പ്രശ്നമാണ്. നമുക്ക് സങ്കടവും ഒരേ സമയം ദേഷ്യവും ഉണ്ടാക്കിത്തരുന്ന ഒരു കാര്യമാണിത്. നമ്മളെത്ര കഷ്ടപ്പെട്ടാലും മാസാവസാനം നമ്മുടെ നോക്കുമ്പം വന്ന പൈസയ്ക്ക് കയ്യിലൊന്നും കാണില്ല. എന്നാൽ നമ്മളായിട്ട് കൂടുതൽ ചിലവൊന്നും വരുത്തി വയ്ക്കുന്നില്ല, പക്ഷേ പൈസ നിൽക്കുന്നില്ല എന്ന് പറയുന്നൊരു പ്രശ്നം. അപ്പോൾ എന്തുകൊണ്ടാണ് അതിങ്ങനെ വർദ്ധിച്ചു വരാനായിട്ടുള്ളൊരു പ്രധാന കാരണം? അപ്പോൾ നമുക്കതിൻ്റെ പ്രധാന റീസണായിട്ട് ഇപ്പം ജ്യോതിശാസ്ത്രമാണെങ്കിലും തന്ത്രശാസ്ത്രമാണെങ്കിലും ഈ മന്ത്രങ്ങളൊക്കെ തന്നെയാണെങ്കിലും മനുഷ്യൻ്റെ പുരോഗതിയാണ് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. പുരോഗതി എന്ന് പറയുമ്പോൾ സാമ്പത്തിക പുരോഗതി തന്നെയാണ്. ഇപ്പോൾ ഹിന്ദുമതത്തിലെ കുറേ സൂക്തങ്ങൾ തന്നെ സാമ്പത്തിക വർധനവിന് വേണ്ടിയുണ്ട്. അപ്പോൾ നമുക്ക് സാമ്പത്തിക വർധനവിന് നമ്മൾ ജോലിക്ക് പോകണം, കഷ്ടപ്പെടണം, അതുതന്നെയാണ് പ്രധാനം. പക്ഷെ ആ വരുന്ന ധനത്തെ നമ്മുടെ വീട്ടിൽ അധികം ചിലവില്ലാണ്ട് പിടിച്ചു നിർത്താൻ പറ്റിയ കുറേ കാര്യങ്ങൾ വാസ്തുശാസ്ത്രവും ജ്യോതിഷവും നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ വളരെ നിസ്സാരമായി വളരെ അധികം ചിലവില്ലാതെ, ഇപ്പോൾ വാസ്തുശാസ്ത്രം എന്ന് പറയുമ്പം സാധാരണ എല്ലാവർക്കും ഒരു പേടിയാണ്, വീടിന് കണക്കിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തെറ്റുണ്ടെങ്കിൽ പൊളിച്ച് കളഞ്ഞ് പിന്നീടും പൈസ ചിലവാക്കേണ്ടി വരുമെന്ന്. അപ്പോൾ അങ്ങനെ വലിയ വീടിൻ്റെ സ്ഥാനമാറ്റങ്ങൾക്കൊന്നും മാറ്റം വരുത്താതെ വീട്ടിൽ വരുന്ന അധിക ധനത്തെ ചിലവിനെ കുറയ്ക്കാനായിട്ടുള്ള ഏറ്റവും ലളിതമായ എന്നാൽ ഏറ്റവും ഫലപ്രദമായിട്ടൊരു മാർഗ്ഗമാണ്. ഇത് ചെയ്താൽ 41 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫലം അനുഭവത്തിൽ തിരിച്ചറിയാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് ആദ്യം വേണ്ടത് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് 2-3 കാര്യങ്ങൾക്ക് മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനമാണ്. ഒരു വീടിൻ്റെ ഐശ്വര്യത്തിന്, ആ വീട്ടിൽ താമസിക്കുന്നവരുടെ ആരോഗ്യത്തിനും, ആ വീടിൻ്റെ ശ്രേയസ്സിനും, ധനം സ്ഥിതി ചെയ്യുന്നതിനും, ധനം നിലനിൽക്കുന്നതിനും, ധനത്തിൻ്റെ പുരോഗതി വരുന്നതിനും ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, പ്രധാനമായിട്ടും വീടിനകത്തെ ശുചിത്വം. അത് ഏറ്റവും പ്രധാനമാണ്. അതിനകത്ത് തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് വീടിൻ്റെ നേരെ വാതിക്കൽ, പടിവാതിക്കൽ പാദരക്ഷകൾ ഇങ്ങനെ അനാവശ്യമായിട്ട് അലക്ഷ്യമായിട്ട് ഇടുക എന്ന് പറയുന്ന കാര്യം. ആ ഒരു കാര്യം ഏറ്റവും ഒന്നാമതായിട്ട് തന്നെ ആ വീട്ടിൽ നിന്ന് മാറ്റുക. രണ്ടാമത്, ത്രിസന്ധ്യയ്ക്ക് നമ്മൾ അസ്തമയ സമയത്ത് ഒരു 6:45 തന്നെ ഒരു ദീപം, ഒരു മഞ്ചിരാതിലെങ്കിലും ഒരു ദീപം തെളിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് ആ സമയത്ത് നമ്മുടെ വീട്ടിൽ ആരും ഭക്ഷണം കഴിക്കുന്ന കാര്യം ഒന്ന് ഒഴിവാക്കുന്നതും ത്രിസന്ധ്യ സമയത്ത് കിടന്നുറങ്ങുന്ന കാര്യം ഒഴിവാക്കുന്നതും. ഇത് ചെയ്യുമ്പോൾ തന്നെ ആ വീട്ടിലൊരു പോസിറ്റീവ് എനർജി വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. പിന്നെ മറ്റൊരു കാര്യം, സന്ധ്യാസമയത്തിന് ശേഷം വീടിനുള്ളിൽ വെച്ച്, സന്ധ്യാസമയത്തായാലും പകലായാലും വീടിനുള്ളിൽ വെച്ച് ഒരു കാരണവശാലും നിങ്ങളുടെ നഖം വെട്ടുക എന്ന് പറയുന്ന കാര്യം ചെയ്യാതിരിക്കുക. അത് സന്ധ്യയ്ക്ക് സമയത്തിന് ശേഷം ഒട്ടും ചെയ്യരുത്. വീടിനകത്തെ പോസിറ്റീവിനെ കുറച്ച് കളയുന്ന ഒരു കാര്യമാണിത്. വീടിനകത്ത് വെച്ചൊരിക്കലും നഖം ശുചിയാക്കുകയോ നഖം വൃത്തിയാക്കുന്ന ആ നഖത്തിൻ്റെ ബാക്കി വേസ്റ്റുകളൊന്നും വീടിൻ്റെ ഉള്ളിൽ വീഴാനായിട്ട് പാടില്ല. കഴിയാവുന്നതും വീടിൻ്റെ ഉള്ളിൽ വീഴാതിരിക്കുക എന്നല്ല, വീടിൻ്റെ ഉള്ളിൽ വെച്ച് നഖം വെട്ടാതിരിക്കാൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും പ്രധാനമുള്ളൊരു കാര്യമാണ് വീടിൻ്റെ പ്രധാന വാതിലിന് അടിപ്പടി ഉണ്ടാകുക എന്നുള്ളത്. കട്ടള വാതിലിൻ്റെ ഏറ്റവും താഴത്തെ പടി, അടിപ്പടി, അത് നിർബന്ധമാണ്. വാസ്തുശാസ്ത്രം ഏറ്റവും നിഷ്കർഷിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇന്ന് പല വീടുകളിലും ഇന്നത് കാണാനില്ല. എത്ര ആധുനികപരമായ മാറ്റങ്ങൾ വരുത്തിയാലും ഒരു കാരണവശാലും പ്രധാന കട്ടളവാതിലിൻ്റെ അടിപ്പടി മാറ്റുന്നത് ഇല്ലെങ്കിൽ വെക്കാതിരിക്കുന്നത് ഒരു കാരണവശാലും ചെയ്ത് നിർബന്ധമായിട്ടും അടിപ്പടി വെച്ചേ പറ്റുള്ളൂ. ബാക്കി എന്തൊക്കെ മാറ്റം വരുത്തിയാലും ഈ അടിപ്പടി ഇല്ലെങ്കിൽ ആ വീട്ടിൽ ധനം നിൽക്കുന്നില്ലെന്നാണ്, ലക്ഷ്മി ഇറങ്ങിപ്പോകും എന്നാണ് പഴമക്കാർ പറഞ്ഞു വരാറ്. അതിനുള്ളിൽ തന്നെ ആ വീടിൻ്റെ പോസിറ്റീവിനെ നിലനിർത്തുന്നതിന് അതിനടിപ്പടിക്ക് വളരെ പ്രാധാന്യമുണ്ട്. പുറമേ നിന്നുള്ള ഇഴജന്തുക്കളൊന്നും പ്രവേശിക്കാതിരിക്കാൻ കൂടിയാണ് ഈ അടിപ്പടിക്ക് പ്രധാന ഉദ്ദേശം കൊടുത്തിരിക്കുന്നത്. എന്നാലും സാമ്പത്തിക കാര്യങ്ങൾക്ക് ഈ അടിപ്പടിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും പ്രധാന കട്ടിലുടെ അടിപ്പടി അത് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. പിന്നെ വീടിനകത്ത് ശുചിത്വം, അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലം തന്നെ അന്നപൂർണേശ്വരി ദേവിയുടെ സങ്കല്പം അടുക്കളയ്ക്കകത്താണ് വരുന്നത്. ലക്ഷ്മി ദേവിയുടെയൊക്കെ കടാക്ഷം ഉണ്ടാകണമെങ്കിൽ അടുക്കള ശുചിയായിരിക്കണം. പിന്നെ ഗൃഹത്തിനകത്ത് സന്ധ്യാസമയത്ത് ദീപം, അത് ലക്ഷ്മി കടാക്ഷം ഉണ്ടാകുന്നതിന് ഇതുപോലെ ഉപകരിക്കുന്ന വേറെ ഒരു കാര്യമില്ല, സന്ധ്യാസമയത്ത് ദീപം തെളിക്കുക. പിന്നെ ഏറ്റവും പ്രധാനം, ഈ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വീട്ടിൽ വരുത്തുമ്പോൾ തന്നെ വീട്ടിലൊരു പോസിറ്റീവ് എനർജി വരും. അതിനുശേഷം
നമ്മുടെ ധനം നമ്മുടെ കയ്യിൽ നിലനിർത്തണം. അതിന് ധനത്തിൻ്റെ സ്രോതസ്സ് എപ്പോഴും ഒഴിയാതെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ധനത്തിൻ്റെ ദേവൻ എന്ന് പറയുന്നത് കുബേരൻ എന്നാണ്. അപ്പോൾ കുബേരനെ ദിക്കായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വടക്ക് ദിക്കാണ്. ആ ദിക്കിലൊരു ധനം ഒഴിയാതെ സംരക്ഷിക്കപ്പെട്ടാൽ ആ വീട്ടിൽ ധനം നിലനിൽക്കും എന്നാണ്. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഒരു 100 രൂപ എടുക്കുക, അതിനകത്തേക്ക് 1 രൂപയുടെ നാണയം കൂടി വെച്ച് 101 രൂപ എന്ന് പറയുന്നൊരു സംഖ്യയിലേക്ക് വയ്ക്കുക. ആ സംഖ്യ വെച്ചിട്ട് ഒരു പേപ്പർ കൊണ്ടോ എന്തിലെങ്കിലും ഈ 101 രൂപ ഒന്ന് പൊതിഞ്ഞുകൊണ്ട് അതിനെ ഭദ്രമാക്കി ഒരുമിച്ച് വയ്ക്കുക. ഈ 101 രൂപയുടെ കൂട്ടത്തിൽ ഒരു 3 കുരുമുളകും കുറച്ച് കല്ലുപ്പും കൂടി എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഭദ്രമായിട്ടൊരു കവറിനകത്തോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ മൺപാത്രത്തിലോ വെക്കാൻ പറ്റിയ അത്രയും നല്ലതായി, അല്ലെങ്കിൽ ചില്ലിൻ്റെ പാത്രത്തിലോ ഏതെങ്കിലും എടുത്ത് വീടിൻ്റെ വടക്ക് വശം, അതായത് പ്രധാന ഹാളിലോ നിങ്ങളുടെ ബെഡ്റൂമിലോ ഇതായിക്കോട്ടെ, ഏത് റൂമിലാണോ വെക്കുന്നത് അതിൻ്റെ വടക്ക് ദിക്കിൽ ഈ പാത്രം സുരക്ഷിതമായിട്ടൊന്ന് ഉയരത്തിൽ, താഴത്ത് നിലത്ത് വയ്ക്കാതെ ഉയരത്തിൽ വയ്ക്കാവുന്ന രീതിയിൽ വയ്ക്കുക. ഈ ധനം ഒരു കാരണവശാലും എടുക്കരുത്. അതിൽ ആദ്യം വെച്ച് കഴിയുമ്പോൾ ചെയ്യേണ്ടത്, മൺപാത്രം ഒരു വലിയ പാത്രം എടുക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം, ഈ ഒരു ആദ്യം വെച്ചതിന് ശേഷം, ഇപ്പോൾ വടക്ക് വശത്തേക്കാണ് വെച്ചിട്ട് അതിനകത്തേക്ക് ആദ്യത്തെ 41 ദിവസം മുടങ്ങാതെ എല്ലാ ദിവസവും 1 രൂപയുടെ നാണയമെങ്കിലും അതിനകത്തേക്ക് കൃത്യമായിട്ട് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുക. അതിന് മുടക്കം വരുത്താതെ 41 ദിവസം കൃത്യമായിട്ട് ഇങ്ങനെ ധനം മാറ്റി വയ്ക്കുക. ഒരു രൂപയുടെ നാണയമെങ്കിലും മാസം പൈസ കിട്ടുന്നവർക്ക് കൃത്യമായിട്ട് എല്ലാ ദിവസവും മാറ്റി വയ്ക്കണമെന്നില്ല, പറ്റി വയ്ക്കാൻ കയ്യിലുണ്ടാകില്ല. അതിന് പറ്റാത്തവർ നാണയമെങ്കിലും വാങ്ങിച്ച് വെച്ചതിന് ശേഷം എല്ലാ ദിവസവും ഈ പാത്രത്തിലേക്ക് വയ്ക്കാം. 41 ദിവസം കഴിയുമ്പം ഈ ധനം ഒരുമിച്ചെടുത്തിട്ട് ആ ധനത്തിനകത്തുനിന്ന് ഒരു 41 വെറ്റില വാങ്ങി അതൊരു മാലയായിട്ട് കെട്ടി, ഇല്ലെങ്കിൽ 41 വെറ്റിലയുടെ ഒരു മാല പൂക്കടയിൽ നിന്നായാലും വാങ്ങിക്കുക. എന്നിട്ട് അത് ഹനുമാൻ സ്വാമിയെ ചാർത്താനായിട്ട് ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കുക. അവിടത്തേക്ക് ഒരു അവൽ നിവേദ്യവും നടത്തുക. ഈ വഴിപാടിന് ശേഷം ആ ധനത്തിനകത്തു നിന്ന് വരുന്ന ബാക്കി ധനം ഇതേപോലെ സംരക്ഷിച്ച് അവിടെ തന്നെ വെക്കണം. ഒരു കാരണവശാലും പിന്നീട് ഒരു ചിലവിന് വേണ്ടിയിട്ടും അതെടുക്കരുത്. ആ സ്ഥാനത്ത് അത് സംരക്ഷിച്ച് അങ്ങനെ തന്നെ വെച്ചേക്കുക. ശേഷം നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന ധനത്തിന് അധിക ചിലവില്ലാതെ നമുക്ക് സംരക്ഷിക്കപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. അതോടുകൂടി തന്നെ എന്തെങ്കിലും ഒരു ചെറിയ സമ്പാദ്യമെങ്കിലും മാറ്റിവെക്കണമെന്നൊരു ചിന്തയും, അങ്ങനെ സമ്പാദ്യം മാറ്റിവെക്കാനായിട്ടുള്ളൊരു സമയവും ഒരു പോസിറ്റീവ് മൈൻഡും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഇത് വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ കാര്യം ഒന്ന് ചെയ്തു നോക്കിയോളൂ. നമ്മൾ ഇത്രയും ധനത്തിൻ്റെ അധികമായി ചിലവ് വരുന്ന കാലഘട്ടത്തിൽ, ഇല്ലെങ്കിൽ ആ ചിലവൊക്കെ ചുരുക്കാൻ വേണ്ടിയിട്ട് വളരെ ലളിതമായിട്ടുള്ള കുറച്ച് മാർഗ്ഗങ്ങളാണ്. അതിലൊരു 41 ദിവസത്തെ നിങ്ങളുടെ സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് കമൻ്റായിട്ട് മറുപടി പറയുക. എല്ലാവർക്കും ധനവും സമ്പത്തും ഉണ്ടാവട്ടെ എന്ന് മൂകാംബിക ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.